നമസ്കാരം. ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടണം. നേരത്തെയും മലയാളികൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മലയാളികൾ ചർച്ച ചെയ്യപ്പെട്ടത് എന്തിന്റെ പേരിലായിരുന്നു? ഐസിസിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് കേരളത്തിലെ മലയാളികൾ. UN റിപ്പോർട്ട് ഇതാ പുറത്തു വന്നു. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഐസിസിലേക്ക് പോകുന്നു. സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരു മലയാളി ഭീകരൻ പൊട്ടിത്തെറിച്ചു. ഇതാദ്യമായിട്ടാണ് ഒരു മലയാളി ഭീകരൻ ഐസിസിൽ പോയി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പോയി പൊട്ടിത്തെറിക്കുന്നത്. ആ റെക്കോർഡ് നമുക്കാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജർ ആക്രമണത്തിൽ ഒരു മലയാളിക്കും ബന്ധം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇനി എവനായിരിക്കുമോ ഈ അജ്ഞാതൻ എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ സ്വന്തം നിഴലിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. കുറേ നാട്ടിൽ നമ്മുടെ അജ്ഞാതന്മാർ പോയി പൂണ്ട് വിളയാടുകയാണ്. മൊസാദ് നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു ആക്രമണത്തിൽ ഒരു മലയാളിയുടെ പേര് കേൾക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു സ്റ്റൈലിലേക്കാണ് അല്ലെങ്കിൽ ഒരു ലൈനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായിരുന്നാലും റിൻസൺ ജോസെ മോനെ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാണ് പല ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടനകളുടെ സകലതും പൊട്ടിത്തെറിപ്പിച്ച് അവന്മാരുടെ പ്രധാന അവയവം വരെ പ്രവർത്തനരഹിതമാക്കിയ പേജറുകൾ നിർമ്മിച്ചത് മോന്റെ കമ്പനിയാണെന്നും അല്ലെങ്കിൽ മോന്റെ കൈകളിലൂടെയാണ് ആ പേജറുകൾ അവിടെ എത്തിയത് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും ലോകരാജ്യങ്ങളും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മോൻ എവിടെയാണ് എന്നുള്ള വിവരം മാത്രം ആർക്കും അറിയില്ല എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോൻ ഒളിവിൽ പോയി എന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, മോൻ അമേരിക്കയിൽ ഒരു ബിസിനസ് ടൂറുമായിട്ട് പോയിരിക്കുകയാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും റിൻസൺ ജോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വയനാട്ടുകാരനാണ്. ഈ റിൻസൺ ജോസ് എന്ന് പറയുന്ന വ്യക്തി ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകളുടെ ഇടപാടുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന മലയാളിയാണ്. ഇയാൾ ഉന്നത പഠനത്തിന് 10 വർഷം മുമ്പാണ് നോർവേയിലേക്ക് പോയത്. നോർവേയിലേക്ക് ഇയാൾ പോയതിനു ശേഷം, ഉന്നത പഠനത്തിന് പോയതിനു ശേഷം ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനേക്കാളും അപ്പുറമായിരുന്നു എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പല വൻകിട കമ്പനികളും ഇയാൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ പല ദശലക്ഷം ഡോളറിന്റെ കച്ചവടമാണ് നടന്നത്. ഇപ്പൊ പോലും ഈ പേജറിന്റെ കച്ചവടം നടന്നിരിക്കുന്നത് 16 കോടി രൂപയ്ക്കാണ്, ഇന്ത്യൻ മണി 16 കോടി രൂപയ്ക്കാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ മനുഷ്യൻ മാനന്തവാടി മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ബംഗളൂരുവിലും പഠിച്ച ശേഷം സ്റ്റുഡന്റ് വിസയിലാണ് നോർവേയിലേക്ക് പോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ തലസ്ഥാനമായ ഓസ്ലോയിൽ കുടുംബമായി താമസിക്കുകയാണ്. നോർവേയിലെ പ്രമുഖ മാധ്യമ ഗ്രൂപ്പായ DN മീഡിയയിൽ ജോലി ഉണ്ടായിരുന്നുവെന്ന് അറിയുന്നു. അതുകൂടാതെയാണ് ബൾഗേറിയയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയത്. നോർവേയിലെ ഇന്ത്യൻ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ സജീവമായിരുന്നു. ലബനിലേക്കുള്ള പേജറുകൾ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇദ്ദേഹത്തിന്റെ കമ്പനി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സംശയം. കമ്പനിയെ പറ്റി അന്വേഷണം തുടങ്ങിയെന്നാണ് ബൾഗേറിയൻ ഗവൺമെന്റും അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും യഥാർത്ഥത്തിൽ മോൻ ആരാണ്? ജയിലർ സിനിമയിൽ രജനീകാന്ത് ജയിലറാണെന്ന് തിരിച്ചറിയുമ്പോൾ വർമ്മൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്കറിയാം നിനക്ക് വേൾഡ് ഫുള്ള് കണക്ഷൻ ഇരിക്ക് എന്ന് പറയുന്നത് പോലെ മോന്റെ വീടെവിടെയാണ്, നാടെവിടെയാണ്, ഇനി മോനാണോ ഈ അജ്ഞാതൻ എന്നാണ് നാട്ടുകാർ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിൻസനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം റിൻസന്റെ പ്രധാനമായിട്ടും ഇതിൽ അന്വേഷിക്കുന്നത് പേജർ പാർട്ടുകൾ തായ്വാനിൽ നിന്ന് ബൾഗേറിയയിലേക്ക് എത്തിച്ചു. ഇതിൽ റിൻസന്റെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബൾഗേറിയയിൽ എത്തിക്കുന്ന പേജറുകൾ വിൽക്കാനുള്ള സൗകര്യമൊരുക്കി. ഇത് രണ്ടാമതായി അന്വേഷിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായി അന്വേഷിക്കുന്നത് 16 ദശലക്ഷം യൂറോയുടെ, അതായത് ഏകദേശം 16 കോടി രൂപയുടെ ഇടപാട് നടത്തി ഹംഗറിയിലേക്ക് പേജറുകൾ കയറ്റിവിട്ടു. ഇന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് വയനാട് മാനന്തവാടി ഒണ്ടയങ്ങാടി സ്വദേശിയാണ് റിൻസൺ ജോസ് എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഇവരുടെ വീട്ടുകാർ, അതായത് വീട്ടിൽ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും നാട്ടിൽ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും പഞ്ചപാവം, ഇതുപോലൊരു തങ്കപ്പെട്ട ചെറുക്കന് ഈ ഏരിയയെ കാണാൻ പറ്റൂല എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ ഇവൻ നോർവേയിലോട്ട് പോയ ശേഷം ഇവന്റെ വലിയ വിവരങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇവൻ അവിടെ എന്താണ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഇവൻ എന്താണ് അവിടെ പണി, അവിടെ കുറെ കമ്പനിയൊക്കെ തുടങ്ങിയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെ റിൻസന്റെ കമ്പനികൾ എന്ന് പറഞ്ഞാൽ നോട്ട ഗ്ലോബൽ ലിമിറ്റഡ്, നോട്ട ലിങ്ക് രജിസ്ട്രേഷൻ ബൾഗേറിയയിൽ, സോഫിയ നഗരത്തിലെ ബഹുനില മന്ദിരമാണ് വിലാസം. ഇപ്പോൾ ഓഫീസിന്റെ അടയാളങ്ങൾ അവിടെ ഇല്ല. വെബ്സൈറ്റ് വ്യാഴാഴ്ച നീക്കി. സേവനങ്ങൾ അയാൾ നടത്തിയിരുന്നത് കൺസൾട്ടിങ്ങും സാങ്കേതിക സഹായവും റിക്രൂട്ട്മെന്റ് എന്നിങ്ങനെയുള്ള ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ റിൻസൺ ജോസിന്റെ അഡ്രസ്സും മേൽവിലാസവും ഒന്നും അവിടെ നിന്ന് കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ നാട്ടുകാർ പറയുന്നത് തങ്കപ്പെട്ട ഒരു മനുഷ്യനാണ് അവൻ. അവനെപ്പോലൊരു ചെറുക്കൻ ഈ ഏരിയയിലല്ല,
എൻ്റെ കരിയർ കാണാൻ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾ പറയുന്നത് 3 ദിവസം മുമ്പ് ഈ ചെക്കൻ നമ്മളെ വിളിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായിരുന്നാലും സംശയങ്ങൾ ബലപ്പെടുന്നത്, എടീ നിനക്ക് മൊസാദുമായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ നീയാണോ ഇനി അജ്ഞാതൻ അജിത് ഡോവൽ പറഞ്ഞയച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പല സംശയങ്ങളും ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മലയാളിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കേരളത്തിലെ സുഡാപ്പികൾ മുഴുവൻ കൊടുമ്പിരി കൊണ്ട് ആടുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഒരു മലയാളി ഇതിന്റെ പിറകിൽ ചുക്കാൻ പിടിച്ച് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട അവയവമൊക്കെ അതിനൊക്കെ തകരാറ് വരുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും മൊസാദിന്റെ എന്തെങ്കിലുമൊക്കെ നമുക്കിടയിലും കാണുമോ? അങ്ങനെ കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് സുഡാപ്പികൾ ആശ്വസിക്കുന്നുണ്ട്. ഇന്നലെ വരെ നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന സുഡാപ്പികള് മോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഭയങ്കര സുരക്ഷിതമായിട്ട് നമുക്ക് കഴിയാനായിട്ട് സാധിക്കുന്നത്. ഒരു ഭീകരന്മാർ പോലും അകത്തോട്ട് കടന്നു വീഴാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ മൊസാദും കടന്നു വരില്ലായിരിക്കും എന്നൊക്കെയാണ് ഉമ്മർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും സകല ഭീകരന്മാരുടെ കേളി പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭീകരന്മാർക്കിടയിൽ തന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനായിട്ട് മൊസാദിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഭീകരന്മാരാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. അവന്മാർക്കിടയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ അത് മൊസാദിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്തായിരുന്നാലും റിൻസൺ ജോസിന് അഭിവാദ്യങ്ങൾ. മോൻ ന്യൂയോർക്കിലാണെങ്കിൽ മോൻ അവിടെ ടൂറൊക്കെ അടിച്ചിട്ട് സ്വസ്ഥമായിട്ട് തിരിച്ചു വന്നോളൂ. മോൻ ഇനി ഒളിവിലാണെങ്കിൽ, മോൻ മൊസാദിന്റെ വല്ല ചാരനുമാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നില്ല, അതൊക്കെ മുറയ്ക്ക് നടന്നോളൂ എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും റിൻസൺ ജോസ് എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള യുവാവ് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഒരു ഏജൻസിക്കും ലഭ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിക്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നമ്മുടെ ലോകേഷ് കനകരാജിന്റെ. അതിനകത്ത് ഫഹദ് ഫാസിലിന്റെ ഒരു റോളുണ്ട്. ഫഹദ് ഫാസിലിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിൽ ഒരു ചാരനാണ്. ഈ ഭീകരന്മാർക്കിടയിലും നർക്കോട്ടിക്സ് കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വലിയ രീതിയിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കിടയിലൊക്കെ നുഴഞ്ഞു കയറി ഫഹദ് ഫാസിൽ വലിയ വലിയ ഓപ്പറേഷനുകളൊക്കെ നടത്തും. പക്ഷേ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ പടച്ചുവിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫഹദ് ഫാസിലിൻ്റെത്. ഇവർക്ക് ആധാർ കാർഡില്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഇവർ ജീവിച്ചിരിക്കുന്നതായിട്ടേ യാതൊരുവിധ രേഖകളുമില്ല. അങ്ങനെയാണ് സർക്കാർ ഇവരെ പടച്ചുവിട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വിവാഹം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഇവരുടെ ജീവിതം. സമാനമായിട്ടുള്ള എന്തെങ്കിലും ആണോ റിൻസൺ ജോസ് എന്നാണ് ഇപ്പോൾ ബൾഗേറിയയിലെ അന്വേഷണ ഏജൻസികളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരും ഇതുവരെ ഒരു കൺഫർമേഷനും പുറത്തു വിട്ടിട്ടില്ല. ഇയാൾക്ക് മൊസാദുമായിട്ടോ മറ്റ് ചാരസംഘടനകളുമായിട്ടോ ഒരു ബന്ധമുള്ളതായിട്ട് ഒരു കൺഫർമേഷനും പുറത്തു വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശരി.